ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ഗെത്സമേൻ തോട്ടത്തിലാണ്. 2000 വർഷങ്ങൾ പഴക്കം ചെന്ന ഒലിവ് മരം. ഈശോ മുട്ടുകുത്തി പ്രാർത്ഥിച്ച സ്ഥലം, ഈശോയെ യൂദാസ് ഒറ്റിക്കൊടുത്ത സ്ഥലം അല്ലേ? ഇവിടെയുള്ള ഈ ഒലിവ് മരങ്ങൾ 2000 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഈ ഒലിവ് മരങ്ങൾ കർത്താവിനെ കണ്ട മരങ്ങളാണ്, ഭാഗ്യം ചെയ്ത മരങ്ങൾ. ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് ഈശോ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, കഴിയുമെങ്കിലേ പാനപാത്രമെൻ പ്രിയദാതാ മാറ്റിത്തരണമേ, താണു ദൈവത്തിൻ സോനുഭൂമിയിൽ വീണു താതനോടർത്ഥിച്ചു. കുരിശിലേറ്റുന്നതിന് മുൻപ് പിതാവിനോട് അപേക്ഷിക്കുകയാണ്, ഈ പാനപാത്രം അവനിൽ നിന്ന് നീക്കാമോ എന്ന് പിതാവിനോട് അപേക്ഷിക്കുകയാണ്. ഈ ഒരു സമയത്താണ് പടയാളികളുമായിട്ട് യൂദാസ് അവിടെ കടന്നു ചെല്ലുകയും ഗുരുവിൻ്റെ മുഖത്ത് ചുംബനം നൽകി അവനെ ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഈശോയെ പടയാളികൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. കുരിശിലേക്ക് തറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഈശോയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇവിടെ നിന്നാണ്, ഈ ഗെത്സമേൻ തോട്ടത്തിൽ നിന്നാണ്. ഇവിടെയാണ് ഈ കാണുന്ന പാറയിലാണ് ഈശോ രക്തം വിയർത്തത്. ഒരു മനുഷ്യൻ അത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതാണ് എന്താ പറയുക, രക്തം വിയർക്കുക എന്നുള്ളത്. ശരീരത്തിലെ ജലാംശം തീർന്നിട്ട് രക്തം വിയർക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ കർത്താവ് എത്രമാത്രം മാനസികമായിട്ടുള്ളൊരു വേദനയിൽ കൂടി കടന്നുപോയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതും ഊഹിക്കാവുന്നതുമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയായി ഉടനടി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ. സൈനിങ് ഓഫ്, അനു അന്ന. ബൈ.